ഹായ് മക്കളെ. യെസ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല നിഹാൽ സാർ എന്താ പവർ കുറഞ്ഞു പോയോ, എന്താ ഉഷാറില്ലാത്തന്നല്ലടാ. കാരണം ഞാൻ ചെറിയൊരു ഇമോഷണലി ചെറിയൊരു സങ്കടത്തിലാണ്. അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ എജുപോണിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ബാച്ച് എന്ന് പറയുന്നത് നിങ്ങളാണ്. കാരണം 10ാം ക്ലാസ് മുതൽ എജുപോണിനെ ഫോളോ ചെയ്ത് വന്നിട്ട് ഇപ്പം പ്ലസ് ടുവിലെത്തി നിൽക്കുന്ന നമ്മുടെ പൊന്നു മക്കളാണ് നിങ്ങളല്ലേ. കാരണം എജുപോർട്ട് ആക്കിയതും എന്നെ നിഹാൽ സാർ എന്ന ലേബലിൽ ഒരു നിഹാൽ സാർ ആക്കി മാറ്റിയതൊക്കെ നിങ്ങളാണ്. സോ യു ഹാവ് എ സ്പെഷ്യൽ പൊസിഷൻ അവർ ഹാർട്ട് ഇൻ എജുപോർട്ട് ഹാർട്ട് ആൻഡ് മൈൻഡ് ടു അല്ലേ. എജുപോണിൻ്റെയും എൻ്റെയും ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ സ്ഥാനമുണ്ട്. കാരണം എജുപോൺ ഇത്രയും വലിയൊരു ബ്രാൻഡാക്കി വളർത്താൻ സഹായിച്ച ഞങ്ങളുടെ സ്പെഷ്യൽ ബാച്ചാണ് നിങ്ങൾ. സോ നിങ്ങൾക്ക് ഇനി ക്ലാസ് എടുത്ത് തരാൻ എന്നെക്കൊണ്ട് പറ്റില്ല. എന്ന് വെച്ചാൽ പ്ലസ് ടു നിങ്ങൾ കഴിയുന്നതോടുകൂടി ഇനി ഞാനും നിങ്ങളും തമ്മിലുള്ള ആ ടീച്ചർ സ്റ്റുഡൻ്റ് എന്ന റിലേഷൻ അവിടെ അവസാനിക്കുകയാണ്. നമ്മൾ തമ്മിൽ എന്നും ഒരു നല്ലൊരു ബന്ധം ഉണ്ടാവും, ഒരു ആസ് എ ഫ്രണ്ട് അല്ലേ, എ ബ്രദർ എന്നുള്ളൊരു റിലേഷൻ നമ്മൾ തമ്മിൽ എപ്പോഴും ഉണ്ടാവുമെങ്കിലും ആസ് എ നിഹാൽ സാർ ആൻഡ് എ സ്റ്റുഡൻറ്റ് അല്ലെ, ഒരു ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ബന്ധം അവിടെ അവസാനിക്കുകയാണ്. കാരണം നിങ്ങളിനി ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാൻ എനിക്ക് പറ്റില്ല. അപ്പം നിങ്ങൾക്കുള്ള അവസാനത്തെ ഒരു ക്ലാസ്സാണ് എന്ത് 14ാം തീയതി നടക്കുന്ന ഹിസ്റ്ററി എക്സാമിൻ്റെ ലൈവ് എന്ന് പറയുന്നത്. സോ അതോടുകൂടി നമ്മളൊക്കെ എന്താണ് ടീച്ചർ സ്റ്റുഡൻറ്റ് എന്നുള്ള റിലേഷൻ അവിടെ നിന്ന് പോവുകയാണല്ലേ. സോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിലും മൈ ഹാർട്ട് ഈസ് ടോട്ടലി എന്താ പറയുക ചെറിയൊരു സങ്കടത്തിലായതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് എന്താണ് എനിക്ക് ഒരുപാട് ഞാൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കാൻ വന്നെങ്കിൽ എനിക്ക് ഫുള്ള് നിങ്ങളോട് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക്. എസ്പെഷ്യലി നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് സ്റ്റുഡൻസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, അവരുടെ സങ്കടങ്ങൾ പറയാറുണ്ട്, അവർക്ക് ചില ടോപ്പിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, എങ്ങനെ പഠിക്കാമെന്ന് വെച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. നിങ്ങൾക്കായിട്ട് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ സോ നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ എനിക്ക് സൊല്യൂഷൻ തരാൻ പറ്റിയിട്ടുണ്ട്. അതിനൊക്കെ പേഴ്സണലി ചില പാരൻസ് വരെ വിളിച്ചിട്ട് എന്നോട് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ മോന് അല്ലെങ്കിൽ എൻ്റെ മോള് പഠിക്കാനുള്ള കാരണം എജുപോർട്ടാണ് എന്നൊക്കെ പറയുമ്പം നിങ്ങളൊക്കെ ഞങ്ങളുടെ ഹാർട്ടിൽ സോ സ്പെഷ്യൽ. സോ നിങ്ങൾക്ക് ഇനി എനിക്ക് ക്ലാസ് എടുത്ത് തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവസാനമായിട്ട് നിങ്ങൾക്ക് എടുക്കുന്ന ക്ലാസ് നമ്മുടെ എജുപോർട്ടിൻ്റെ പ്ലസ് ടു ഹിസ്റ്ററിയുടെ എക്സാമിന് മുമ്പുള്ള ക്ലാസ്സുകളാണ്. സോ ആ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് പ്ലസ് ടു ഹിസ്റ്ററിയിൽ ഫുൾ മാർക്ക് ഉറപ്പിച്ച് തരണം എന്നുള്ളൊരു മതിയായ ആഗ്രഹം എനിക്കുണ്ട്. കാരണം നിങ്ങൾ ഞങ്ങളുടെ സ്പെഷ്യൽ മക്കളാണല്ലേ. സോ നിങ്ങൾക്ക് തരുന്ന അവസാനത്തെ ഒരു സപ്പർ അല്ലെങ്കിൽ അവസാനത്തെ ഹിസ്റ്ററിയുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു അടിപൊളി ഗിഫ്റ്റാണെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ദിവസം എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കിടലൻ സ്റ്റഡി പ്ലാനാണ് ഈ വീഡിയോയുടെ അടുത്ത പാട്ട് പറയുന്നത്. അതിനു മുമ്പ് മക്കളെ നിങ്ങളൊരു കാര്യം എനിക്ക് വേണ്ടി ചെയ്തു തരണം. മറ്റൊന്നല്ല, ഏകദേശം 3 വർഷത്തോളമായി നിങ്ങൾ എജുപോർട്ടിൻ്റെ കൂടെ സഞ്ചരിക്കുന്നു. എജുപോർട്ടിൻ്റെ ഉയർച്ചയിലും തളർച്ചയിലൊക്കെ നിങ്ങൾ കൂടെയുണ്ട്, എൻ്റെ കൂടെ അല്ലേ. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം എന്താണെന്ന് വെച്ചാൽ പ്ലസ് 1 റിസൾട്ട് വന്നതെന്ന് ഒരുപാട് കുട്ടികളെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ചിലവരൊക്കെ റിസൾട്ട് വന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞത് എജുപോർട്ടിൻ്റെ ലൈവ് കണ്ടതുകൊണ്ട് നിങ്ങളുടെ ക്ലാസ് കേട്ടത് കൊണ്ടൊക്കെ അടിപൊളിയായിട്ട് മാർക്ക് കിട്ടി, ഫുൾ മാർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് മക്കളുണ്ട്. സോ അവർ മാത്രമല്ല, നിങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും എനിക്ക് സ്പെഷ്യലാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യാം. വീഡിയോ പോസ് ചെയ്തിട്ട് ഈ 3 വർഷം എജുപോർട്ടിൻ്റെ കൂടെയുള്ള 10 + 1 + 2 ഈ 3 വർഷവും നിങ്ങൾക്ക് എങ്ങനെയാണ് എജുപോർട്ട് യൂസ്ഫുൾ ആയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ എജുപോർട്ടിലേക്ക് എത്തിയത്, എജുപോർട്ടിനോട് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് പറയാനുള്ള കാര്യങ്ങൾ, ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻ്റ് ആയുള്ള നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് എന്നോട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മകളുണ്ടെങ്കിൽ ഒക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എത്ര ലെങ്തി കമൻ്റ് ആയാലും മക്കളെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇനി നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്താൽ എനിക്കാവില്ല. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ക്ലാസ്സിന് മുമ്പ്, അതായത് നിങ്ങൾക്ക് തരുന്ന എൻ്റെ ലാസ്റ്റ് ക്ലാസ്സിന് മുമ്പ് നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങളുടെ സത്യസന്ധമായ എത്ര ലെങ്തി കമൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് എജുപോർട്ട് പറയാനുള്ള കാര്യങ്ങൾ സിൻസിയറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. എജുപോർട്ടിൻ്റെ കൂടെയുള്ള ഈ 3 വർഷങ്ങൾ, ഹ്യൂമാനിറ്റീസ് എടുത്തപ്പോൾ ഉണ്ടായിട്ടുള്ള എജുപോർട്ട് ലൈവിനെ കൊണ്ടുള്ള മെച്ചങ്ങൾ, എന്നെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നോട് നിങ്ങൾ സ്പെഷ്യലായിട്ട് പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എജുപോർട്ടിനോട് നിങ്ങൾ സ്പെഷ്യലായിട്ട് പറയാനുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ബിക്കോസ് യു ഗൈസ് ആർ സ്പെഷ്യൽ ടു മീ. എജുപോർട്ട് മാത്രമല്ല, എനിക്ക് നിങ്ങൾ വളരെ സ്പെഷ്യലാണ്. കാരണം നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം, എനിക്കുണ്ടാകുന്ന എനർജി, എനിക്കുണ്ടാകുന്ന ആ ഒരു എന്തൊക്കെ പറയാം, അതൊക്കെ എനിക്കിനി മിസ്സിങ്. ഐ ഗോൺ മിസ് യു ഗൈസ്. എനിക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുള്ള കാര്യം സത്യമാണ്. ഐ എം റിയലി ഗോൺ മിസ് യു ഗൈസ്. അത് നിങ്ങൾ ഓരോരുത്തരും പേരെടുത്ത് പറയാൻ പലരുടെയും പേര് എനിക്കറിയില്ല, പക്ഷേ ഒരുപാട് ആളുകൾ എനിക്ക് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ മിസ് ചെയ്യും. അവരെ മാത്രമല്ല, എൻ്റെ ലൈവിന് താഴെ കമൻറ്റ് ചെയ്യുന്ന, എൻ്റെ ലൈവിന് താഴെ എന്നെ പറയാറുണ്ട്, നിഹാൽ സാർ ആ കാര്യം മനസ്സിലായി, ആ ടോപ്പിക്ക് മനസ്സിലായി, സാറ് പറഞ്ഞതുകൊണ്ടാണ് ആ കാര്യം മനസ്സിലായി. അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ്നെസ് ഉണ്ട്. അതൊക്കെ ഞാൻ മിസ് ചെയ്യും. സോ നിങ്ങൾ എൻ്റെ ഹാർട്ടിൽ സ്പെഷ്യലാണ്. നിങ്ങളുടെ മാത്രമല്ല, എജുപോർട്ടിൻ്റെ ഹാർട്ടിൽ നിങ്ങൾ സ്പെഷ്യലാണ്. സോ നിങ്ങൾ സിൻസിയറായിട്ട് എന്ത് ചെയ്യുക, എന്ന് കമൻറ്റ് ചെയ്യുക. എത്ര ലെങ്തി കമൻ്റ് ആണെങ്കിലും, എത്ര ലെങ്തി കമൻ്റാണ് മക്കളെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള 3 വർഷങ്ങൾ, നിങ്ങളുണ്ടായ മാറ്റങ്ങൾ, നിങ്ങൾക്കുണ്ടായ ചേഞ്ചസ്, നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ സത്യസന്ധമായിട്ട്, നല്ലതാണെങ്കിൽ ചീത്തതാണെങ്കിൽ, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും 2 വശങ്ങളുണ്ടാവില്ല. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോശമായിട്ട്, എന്തെങ്കിലും തെറ്റായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ എന്തെങ്കിലും ചേഷ്ടകൾ, എൻ്റെ എന്തെങ്കിലും വാക്കുകളൊക്കെ തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. സോ ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക.
മക്കളെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എജുപോളിനോട് പറയാനുള്ള കാര്യങ്ങൾ സിൻസിയറായിട്ട് സത്യസന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന ഹിസ്റ്ററി എക്സാം, അതോടുകൂടി ഞാനും നിങ്ങളും തമ്മിലുള്ള സ്റ്റുഡൻറ്റ് ടീച്ചർ എന്നുള്ള ബന്ധം അവസാനിക്കുകയാണ്. പക്ഷേ നമ്മൾ തമ്മിലുള്ള ഒരു പേഴ്സണൽ ബന്ധം, ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആസ് എ ബ്രദർ എന്നുള്ള ബന്ധം എല്ലാ കാലത്തും ഉണ്ടാവും. സോ ഇനി നിങ്ങൾക്ക് വരുന്ന ഹിസ്റ്ററി എക്സാം അടിപൊളിയാക്കണം, ഉഷാറാക്കണം. ആ ഹിസ്റ്ററി എക്സാമിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങി തരുന്ന ഒരു അതിയായ ആഗ്രഹം എനിക്കുണ്ട്. സോ അതിനുള്ള ഒരു കിടിലൻ സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഇനി റിവീൽ ചെയ്യാൻ പോകുന്നത്. സോ ശ്രദ്ധിക്കുക മക്കളെ, നമ്മുടെ ഇനി ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും ക്ലാസ് എടുക്കില്ല. കാരണം 14ാം തീയതി ഹിസ്റ്ററി എക്സാം കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിയില്ല. സോ അവസാനം നിങ്ങൾക്ക് തരുന്ന ഈ ഒരു സദ്യ ഒരു ഗംഭീര സദ്യയാണെന്ന് ആഗ്രഹമുണ്ട്. സോ അവസാനത്തെ ഹിസ്റ്ററി പരീക്ഷ സെറ്റാക്കാൻ പോവുകയാണ്. സോ മാർച്ച് 7 തേഴ്സ്ഡേ, അതായത് വ്യാഴാഴ്ച, നാളെ രാത്രി മുതലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹിസ്റ്ററിയുടെ ലൈവ് പ്രൊവൈഡ് ചെയ്യുക. നാളെ രാത്രി കൃത്യം 7 മണിക്ക് 1ാമത്തെയും 7ാമത്തെയും ചാപ്റ്റർ നമ്മൾ എന്തെങ്കിലും ലൈവ് തരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ദിവസവും നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സും ലൈവ് തരും. അതിന് പുറമെ 1-2 ഷോർട്ട് വീഡിയോസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള 1-2 ഷോർട്ട് വീഡിയോസും നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. സോ എനിക്ക് ഭയങ്കര എനർജിയിൽ പറയണമെന്ന് ആഗ്രഹമാണ്. പക്ഷേ മക്കളെ, നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്കിപ്പോഴും എനർജി കിട്ടുന്നില്ല. സോറി ഗൈസ്. സോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മാർച്ച് 7 വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് 1ാമത്തെയും 7ാമത്തെയും ചാപ്റ്ററിൻ്റെ ലൈവ് ഉണ്ട്. പിന്നെ മാർച്ച് 8 വെള്ളിയാഴ്ച 2, 8, 14 ഈ ചാപ്റ്റേഴ്സിൻ്റെ ലൈവാണുള്ളത്. മാർച്ച് 9 ശനിയാഴ്ച 3, 9, 10 ചാപ്റ്ററിൻ്റെ ലൈവാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മാർച്ച് 10 ഞായറാഴ്ച നിങ്ങൾക്ക് ഹിസ്റ്ററിയുടെ ലൈവല്ല, നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ടുള്ള എക്കണോമിക്സിൻ്റെ ലൈവാട്ടോ. ശ്രദ്ധിക്കണം, മാർച്ച് 10 ഞായറാഴ്ച ഏറ്റവും ടഫ് സബ്ജക്റ്റ് ആയിട്ടുള്ള എക്കണോമിക്സിൻ്റെ ലൈവാണ് നമ്മൾ തരാം. അന്ന് ഹിസ്റ്ററിയുടെ ലൈവിലിട്ടാണ്. എന്താണ് മാർച്ച് 10 ഞായറാഴ്ച എക്കണോമിക്സിൻ്റെ ലൈവാണ്. അതിനുശേഷം മാർച്ച് 11 തിങ്കളാഴ്ച 4, 11, 12 ചാപ്റ്റേഴ്സിൻ്റെ ലൈവ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. മാർച്ച് 12 ചൊവ്വാഴ്ച 5, 6, 13 ചാപ്റ്റേഴ്സിൻ്റെ ലൈവ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ മാർച്ച് 13 ബുധനാഴ്ച, അതായത് എക്സാമിൻ്റെ തലേ തീയതി എന്ത് ചെയ്യുന്നു, നമ്മൾ മാരത്തോൺ, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഷുവർ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള മെഗാ മാരത്തോൺ രാത്രി കൃത്യം 7 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. പിന്നെ മാർച്ച് 14 വ്യാഴാഴ്ച കൃത്യം രാവിലെ 6 മണിക്ക് എന്താടാ, റോക്കറ്റ് റിവിഷൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള റോക്കറ്റ് റിവിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് എന്ത് ലൈവിൻ്റെ ഡീറ്റെയിൽസ്. ഇതിന് പുറമെ നമ്മൾ ഷോർട്ട് വീഡിയോസ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യും, 1-2 വീഡിയോസ്, ചില ദിവസങ്ങൾ 1 വീഡിയോ ആയിരിക്കും, ചില ദിവസങ്ങളിൽ 2 വീഡിയോ ആയിരിക്കും നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും. സോ ഇതിനൊക്കെ നോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ നോട്ട് കിട്ടാനായിട്ട് മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, എജുപോർട്ടിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഒന്ന് ജോയിൻ ചെയ്യുക. ഇനി അതിന് ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, എജുപോർട്ടിൻ്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ ആപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇതിൻ്റെയൊക്കെ നോട്ട് കിട്ടും. നോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് മറക്കാതെ നിങ്ങൾ നോക്കി പഠിക്കണം. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. സോ മക്കളെ, നിങ്ങൾ ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇനി നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവസാനമായിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്ന +2 ഹിസ്റ്ററിയുടെ പരീക്ഷ അടിപൊളിയാക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ ഞാനും സഹസാറും ഓരോ ദിവസവും ഈ സബ്ജക്റ്റും ചാപ്റ്റേഴ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ലൈവിൽ വരും. നമ്മൾ ലൈവിലൂടെ ഈ ചാപ്റ്റേഴ്സൊക്കെ സെറ്റാക്കും. നിങ്ങൾ കൂടെ ഇരുന്ന് അങ്ങോട്ട് പഠിക്കുക. രാത്രി ലൈവ് കാണുക, പകലാ ചാപ്റ്റേഴ്സ് പഠിക്കുക. രാത്രി ലൈവ് കാണുക, പകലാ ചാപ്റ്റേഴ്സ് പഠിക്കുക. രാത്രി ലൈവ് കാണുക, പകലാ ചാപ്റ്റേഴ്സ് പഠിക്കുക. അങ്ങനെ നന്നായിട്ട് പഠിക്കുക, സെറ്റാക്കുക. പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഈ വീഡിയോയുടെ താഴെ ഞാൻ പറഞ്ഞ എജുപോണിൻ്റെ കൂടെയുള്ള 3 വർഷങ്ങളിൽ നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ, എജുപോഡ് നിങ്ങൾക്കുണ്ടായ ചേഞ്ചസ്, എജുപോഡ് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുള്ളായി, നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എജുപോഡ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതൊക്കെ സിൻസിയറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. സോ മാർച്ച് 14 തീയതിയിലെ റോക്കറ്റ് റിവിഷനോട് കൂടി നിഹാൽ സാർ എന്ന ഞാനും സ്റ്റുഡൻസ് എന്ന നിങ്ങളും തമ്മിലുള്ള ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻ മാത്രമേ അവസാനിക്കുന്നുള്ളൂ. നമ്മളിന്നും നല്ല ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബ്രദർ, ചേട്ടൻ, ആ ഒരു ബന്ധത്തിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക. സോ ഐ എം ഗോണ മിസ് യു ഗൈസ്. ഐ എം ഡെഫിനറ്റ്ലി ഗോണ മിസ് യു ഗൈസ്. ഐ എം ഗോണ മിസ് യു. സോ മക്കളെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സിൻസിയർ ആയിട്ടുള്ള കമൻറ്റ്സ് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. സോ ഈ ദിവസങ്ങളൊക്കെ ലൈവ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ നോട്ട് കിട്ടാൻ നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ എജുപോണ്ട് ആപ്പിലൂടെ നിങ്ങൾക്ക് നോട്ട് കിട്ടും. എജുപോണ്ട് ആപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ജോയിൻ ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ മക്കളെ വീണ്ടും കാണാം. അപ്പോൾ 14 തീയതി കൂടി ഞാൻ നിങ്ങൾ തമ്മിലുള്ള ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻ മാത്രമേ അവസാനിക്കുന്നുള്ളൂ. ഒരു ബ്രദർ എന്നുള്ളൊരു റിലേഷൻ നമ്മൾ ലൈഫ് ലോങ് ഉണ്ടാവും. ഇനി അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ബാക്കി സബ്ജക്റ്റ് എല്ലാം നിങ്ങൾക്ക് സെറ്റാവും. സോ ഹിസ്റ്ററിയുടെ +2 എക്സാം നിങ്ങൾക്ക് സിമ്പിൾ ആവട്ടെ. ഹിസ്റ്ററി വളരെ എളുപ്പം നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രം എക്സാമിന് വരട്ടെ. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ലൈവിലേക്ക് വരെ സെറ്റാക്കാം. മക്കളെ വീണ്ടും കാണാം. അതിലേക്ക്